ഫേസ് യോഗ ചെയ്യാൻ വേണ്ടി ഫേസ് റോളർ പിന്നെ ഈ ഗോഷ ഇങ്ങനത്തെ ഐറ്റംസ് തന്നെ വേണോ എന്ന് ഡൗട്ടുള്ളവർക്ക് നിങ്ങൾ നിങ്ങളുടെ ഫിംഗേഴ്സ് യൂസ് ചെയ്ത് തന്നെ നല്ല രീതിക്ക് ഫേസ് യോഗ ചെയ്ത് പഫിനെസ്സും കാര്യങ്ങളൊക്കെ കുറയ്ക്കാൻ വേണ്ടി പറ്റും. അല്ലാതെ ഇങ്ങനത്തെ ഐറ്റംസ് ഒന്നുമില്ല കേട്ടോ. സോ ഞാനിന്ന് എൻ്റെ ലെഫ്റ്റ് സൈഡ് ഓഫ് ദ ഫേസ് ഗോഷ ആൻഡ് റൈറ്റ് സൈഡ് ഓഫ് ദ ഫേസ് ഞാൻ എൻ്റെ കൈ യൂസ് ചെയ്ത് നിങ്ങൾക്ക് ചെയ്ത് ഡിഫറൻസ് കാണിച്ചു തരാം കേട്ടോ. ബിഫോർ നിങ്ങൾ ഫേസ് യോഗ സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പ് തന്നെ നിങ്ങളുടെ കൈയും ആസ് വെൽ ആസ് എന്തെങ്കിലും ടൂൾസ് യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ നല്ല രീതിക്ക് കഴുകുക. പിന്നെ ഒരു മോയ്സ്ചറൈസർ അല്ലെങ്കിൽ ഓയിൽ മസ്റ്റ് ആയിട്ട് യൂസ് ചെയ്യുക. പിന്നെ നിങ്ങളൊരു ഓയിലി സ്കിന്നുള്ള പേഴ്സൺ ആണെങ്കിൽ നോക്കിയും കണ്ട് യൂസ് ചെയ്യുക, അല്ലെങ്കിൽ നല്ല രീതിക്ക് കുരു വരും. പിന്നെ എനിക്ക് മെയിനായിട്ട് പറയാനുള്ള കാര്യം, ഒരുപാട് പ്രഷർ കൊടുത്ത് ഒരിക്കലും ചെയ്യരുത്. ഒരു പതുക്കെ പ്രസ് ചെയ്ത് മാത്രമേ ചെയ്യുക, അല്ലെങ്കിൽ നിങ്ങൾക്ക് അതും ഇറിറ്റേറ്റ് ചെയ്യും സ്കിന്നിന്. പിന്നെ സോഷ്യൽ മീഡിയയിൽ കുറേ ടെക്നിക്സ് കാണിക്കുന്നുണ്ട്, നിങ്ങൾക്ക് ഏതാണ് ആപ്റ്റായിട്ടുള്ളത് നോക്കി കറക്റ്റായിട്ട് പ്രോപ്പറായിട്ട് ചെയ്യുക, ഇല്ലെങ്കിലും പണി കിട്ടും. ഓക്കെ, സോ നിങ്ങൾ ഇതുപോലത്തെ എക്യുപ്മെൻറ്റ്സ് കാര്യങ്ങൾ തന്നെ വാങ്ങണമെന്നൊന്നുമില്ല. പിന്നെ എനിക്ക് മെയിൻലി പറയാനുള്ളത്, നിങ്ങളൊരു പ്രോപ്പർ ഡയറ്റും പ്ലസ് എക്സസൈസ് പ്ലസ് ഫേസ് യോഗ ചെയ്യുവാണെങ്കിൽ മാത്രമേ നിങ്ങൾക്കൊരു വിചാരിക്കുന്ന ഒരു റിസൾട്ട് കിട്ടുള്ളൂ. അല്ലാതെ വെറുതെ ഫേസ് യോഗ മാത്രം ചെയ്തുകൊണ്ട് ഫേസിൻ്റെ ഫാറ്റ് കുറയില്ല. പിന്നെ എന്താ കുറയുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അഫ്കോഴ്സ് പഫിനെസ് മാത്രമാണ്. സോ പ്രോപ്പറായിട്ടൊരു ഡയറ്റും എക്സസൈസും മസ്റ്റാണ്. ഓക്കെ, അതൊക്കെ ചെയ്ത് പ്ലസ് ഫേസ് യോഗ ചെയ്യുവാണെങ്കിൽ അമേസിങ് റിസൾട്ട് തന്നെ കിട്ടും. അപ്പം ഞാനിവിടെ എൻ്റെ 2 ബിഫോർ ആൻഡ് ആഫ്റ്റർ റിസൾട്ട് കൊടുത്തേക്കാം. നിങ്ങൾക്ക് വല്ല ഡിഫറൻസ് തോന്നുവാണെങ്കിൽ കമൻറ്റ് സെക്ഷനിൽ ഇടാൻ മറക്കരുത്. പിന്നെ ഇതുപോലത്തെ ടൂൾസ് തന്നെ വാങ്ങിച്ച് ഫേസ് യോഗ ചെയ്യണമെന്നൊന്നുമില്ല കേട്ടോ. നിങ്ങളുടെ ഫിംഗേഴ്സ് യൂസ് ചെയ്തും അടിപൊളിയായിട്ട് ചെയ്യാൻ വേണ്ടി പറ്റും. അപ്പോൾ അത്രേ ഉള്ളൂ. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.